എഴുത്തും പാചകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചില ബന്ധങ്ങളുണ്ട്. വെന്ത് കിട്ടുവാൻ എന്ത് ചെയ്യണം? തീയിൽ ചുട്ടെടുക്കാം, ആവിയിൽ പുഴുങ്ങാം, എണ്ണയിൽ പൊരിക്കാം, പൊരിവെയിലത്ത് പാറക്കല്ലിൽ നിരത്തിയിട്ടാലും മതി, വേഗണമെന്നല്ലേ ഉള്ളൂ. ജീവിതം പാകപ്പെടണമെങ്കിലോ ചുമ്മാ നിന്നുകൊടുത്താൽ മതി. അനുഭവങ്ങൾ തേടി പരക്കം പായേണ്ട കാര്യമൊന്നുമില്ല. ഓരോന്നും ഊഴം വെച്ച് വന്ന് കയറിക്കൊള്ളും. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ജീവിച്ച് തീർക്കാമെന്ന് ആർക്കാണ് നിശ്ചയിക്കാനാവുക? കഥകൾക്കുമേൽ കഥകളായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന വിചിത്രമായ പെരുങ്കഥയാണ് ഓരോ ജീവിതവും. തിരിഞ്ഞു നോക്കിയാൽ അവനവനിലെ അവളവളിലെ ഇരയെയും വേട്ടമൃഗത്തെയും കാണാം. പക്ഷേ ഇരയായി നടിക്കുവാനാണ് എല്ലാവരെയും പോലെ എനിക്കും ഇഷ്ടം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യുവ കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനായ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ തൻ്റെ ആദ്യ കഥാസമാഹാരമായ എൻ്റെ കയ്യിലിരിക്കുന്ന പൊന്ത എന്ന പുസ്തകത്തിൻ്റെ ആദ്യ താളിൽ വായനക്കാരോട് എന്താണ് തൻ്റെ കഥയുടെ ചൂടും ചൂരും വേവും രുചിയും എന്നൊക്കെ പറയുന്നത്. അടുക്കളയിൽ പാകം ചെയ്യുന്നതിന് പല സാധ്യതകളുമുണ്ട്. പക്ഷേ ജീവിതം പാകപ്പെടണമെങ്കിൽ ചുമ്മാ നിന്നു കൊടുത്താൽ മതിയെന്നും അനുഭവങ്ങൾ ഊഴം വെച്ച് വന്ന് കയറിക്കൊള്ളുമെന്നുമാണ് ഈ കഥാകൃത്ത് ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ സംശയലേശമന്യേ പറയുന്നത്. എഴുത്തുകാർക്ക് അനുഭവങ്ങൾ തേടി അലയേണ്ട കാര്യമുണ്ടോ? അനുഭവം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഊഴമിട്ട് വന്നു കയറുമെന്നത് ശരിയാണോ? ഏതനുഭവമായാലും അതിനെ എഴുത്തുകാരൻ എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്, എങ്ങനെയാണ് ആഖ്യാനപ്പെടുത്തുന്നത്, അഥവാ വായനക്കാരിലേക്ക് എത്തിക്കുന്നത് എന്നതാണോ പ്രധാനപ്പെട്ട കാര്യം? പൊന്ത എന്ന ഈ കഥാസമാഹാരത്തിലെ 11 കഥകളും വായിച്ചു കഴിയുമ്പോൾ അവതാരികയിൽ പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള എസ് ഹരീഷ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് കൃത്യമായി മനസ്സിലാവും. എഴുത്തിൽ ട്രെൻഡിങ് ആയ പ്രമേയങ്ങൾ എടുത്തല്ല ഉണ്ണികൃഷ്ണൻ തൻ്റെ കഥകളെ വിജയിപ്പിക്കുന്നത്, മറിച്ച് നരേഷനിൽ പുലർത്തുന്ന ആത്മാർത്ഥത കൊണ്ടാണ് എന്നാണ് എസ് ഹരീഷിൻ്റെ വാക്കുകൾ. DC ബുക്സ് പ്രസിദ്ധീകരിച്ച പൊന്ത എന്ന കഥാസമാഹാരവും കഥാകാരനായ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരുമാണ് ഇന്ന് തത്സമയം നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം ഉണ്ണികൃഷ്ണൻ. ഈ പൊന്ത എന്ന ഈ ആദ്യ കഥയിലെ കുറച്ച് ഭാഗം ഒരു കഥയരങ്ങ് എന്നുള്ള നിലയ്ക്ക് എഴുത്തുകാരൻ്റെ തന്നെ ശബ്ദത്തിൽ കേൾക്കാമെന്ന് കരുതുകയാണ്. ആദ്യം കുറച്ച് ഭാഗം വായിക്കാമോ? തീർച്ചയായും. എന്തായാലും പുസ്തക പൂമുഖത്തില് എന്റെ കഥയ്ക്ക് പുസ്തകത്തിന് ഒരു അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ആദ്യ കഥയുടെ ഏതാനും ഭാഗങ്ങൾ ഞാൻ തീർച്ചയായിട്ടും വായിക്കാം. പൊന്ത. അമ്മായി അമ്മയെ തോൽപ്പിച്ച് കാവാലിപ്പുഴ ചെന്ന് കയറ്റിൽ ചാടുക എന്നൊരു ചൊല്ല് ഞങ്ങളുടെ നാട്ടിലുണ്ട്. സ്വയം നശിച്ചും മറ്റുള്ളവരെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കുന്ന മനോഭാവത്തെ സൂചിപ്പിക്കാൻ എന്റെ നാട്ടുകാർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു ചൊല്ലാണത്. എന്നാൽ ഈ ചൊല്ലിനപ്പുറം വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് മീനച്ചിലാറിന്റെ തീരത്തെ കാവാലിപ്പുഴ ഭാഗം. രാജഭരണകാലത്ത് തൂക്കുമരമുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടം. വെറും വയറ്റിൽ ഉടുമ്പ്, പാറേചാത്തൻ, മുട്ടനാട്, മരപ്പെട്ടി തുടങ്ങിയവയുടെ ചോര കുടിച്ച് വെളുപ്പിനെ കാതങ്ങളോളം ഓടി ശരീരം ഉരുക്കുപോലെ സംരക്ഷിച്ചിരുന്നവരാണ് അന്നത്തെ കുറ്റവാളികൾ. എന്റെ അച്ഛമ്മ പറഞ്ഞാണ് ഇതെല്ലാം കുറച്ചെങ്കിലുമൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. കഥകളൊന്നും അച്ഛമ്മ മനസ്സുണ്ടായിട്ട് പറഞ്ഞു തന്നതല്ല. ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട കഠാരിക്കുട്ടി എന്നൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. ചില നട്ടപ്പാതിര നേരങ്ങളിൽ കഠാരിക്കുട്ടിയുടെ ആത്മാവ് അച്ഛമ്മയുടെ ദേഹത്തു കൂടും. 90 കഴിഞ്ഞ അച്ഛമ്മയുടെ ഭാവഭാവാദികൾ അതോടെ പാടെ മാറും. തട്ടെടുത്തതിന് മുകളിൽ ഒറ്റമുണ്ട് ചുറ്റി അച്ഛമ്മ ഒറ്റയ്ക്ക് പാട്ടുപാടി തിരുവാതിര കളിക്കും. മറയ്ക്കാത്ത മാറിലെ ശുഷ്കിച്ചു നീണ്ട മുലകൾ ചുവടുകൾക്കൊപ്പം ചലിക്കും. കഠാരിക്കുട്ടിയായി മാറുന്ന അച്ഛമ്മ അപ്പോൾ പഴയ കഥകൾ പറയും. ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ, ഈ പൊന്ത എന്ന ഈ കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥയിലെ ആദ്യത്തെ താള് ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ തുടർച്ച എന്ന് പറയുന്നതും ഇപ്പോൾ സൂചിപ്പിച്ച കഥാപാത്രങ്ങൾ ഇതുവരെയും നാം നമ്മുടെ നിത്യജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ കേട്ട് പരിചയിച്ചിട്ടില്ലാത്ത കഥാപാത്രങ്ങൾ, പേരുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ, അനുഷ്ഠാനങ്ങൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ഇവയെല്ലാം നിറയുന്ന ഒരു പ്രത്യേക പരിസരത്തിലേക്കാണ് നാം പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഥയെ സംബന്ധിച്ചിട്ട് അയ്യപ്പ പണിക്കർ പറഞ്ഞിട്ടുള്ളത് രസകരമാകിയ കഥകൾ പറയണം, അതിനാണല്ലോ മാനുഷ ജന്മം എന്നുള്ള നിലയ്ക്കാണ്.
അപ്പോൾ കഥകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാം ഏതു തരത്തിലുള്ള ജീവിതത്തിൻ്റെ നൈരന്തര്യത്തിലും വൈരസ്യത്തിലുമാണോ ഇങ്ങനെ ആവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്, അതല്ല ജീവിതമെന്നും പുറത്ത് ജീവിതം അതിൻ്റെ വിഭിന്നങ്ങളായിട്ടുള്ള തലങ്ങളിലൂടെയൊക്കെ പലതരത്തിലുള്ള പ്രകാശങ്ങളും ഇരുട്ടും നിഴലും വെളിച്ചവും ഒക്കെ പരത്തിക്കൊണ്ട് പോകുന്നു. അത് അറിയുക, അതിലേക്ക് മനസ്സിനെയെങ്കിലും പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് കഥയുടെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം കൃത്യമായിട്ട് നിറവേറ്റുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്കാണ് പൊന്ത എന്ന ഈ പുസ്തകം ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ എഴുതിയ ആദ്യത്തെ കഥാസമാഹാരം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇതിപ്പോൾ 4 പതിപ്പുകൾ പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം അത്ര അധികം വായനക്കാരിലേക്ക് ഈ പുസ്തകം എത്തിയിട്ടുണ്ട്. ഈ വായനക്കാർ ഓരോരുത്തരും ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങളുടേതായ ജീവിതത്തിൻ്റെ നൈരന്തര്യവും വൈരസ്യവും അനുഭവിച്ചുകൊണ്ട് ഏത് ഇടുങ്ങിയ ഇടത്ത് ജീവിക്കുന്നോ അതിൽ നിന്ന് വിശാലമായിട്ടുള്ള ഒന്ന് ഈ കേരളത്തിൽ ഇപ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെയും ആധുനിക സാങ്കേതികവിദ്യയുടെയും കാലത്തിലും ഉണ്ട്. ആ ലോകക്രമത്തിലേക്ക്, അതിൻ്റെ ഇടവഴികളിലേക്ക്, നാട്ടുവഴികളിലേക്കൊക്കെ ചെന്നാൽ വംശനാശം വന്നു എന്ന് നാം തെറ്റിദ്ധരിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇതിലെ പല കഥാപാത്രങ്ങളും. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിലെ ആമുഖത്തിൽ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ പറയുന്നുണ്ടല്ലോ, ഇരയായിട്ടും വേട്ടമൃഗമായിട്ടും ഇതുവരെ ജീവിച്ചതിൻ്റെയൊക്കെ ഒരു സാക്ഷ്യപത്രം ആണ് ഈ കഥകൾ എന്ന് പറയുന്നത്. ഇരയായിട്ട് ജീവിക്കാൻ എളുപ്പമാണ് നമ്മൾക്ക്. അയ്യോ പാവമായിട്ടുള്ള എന്നെ നോക്കൂ, അയ്യോ പാവമായിട്ടുള്ള എന്നെ നോക്കൂ, എന്നെ എല്ലാവരും പീഡിപ്പിക്കുന്നു, ഞാൻ ഇരയാണ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സഹതാപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പിന്തുണയുടെയും ഒരു വലിയ പ്രതീതിയും പ്രകാശവലയവും നമ്മൾക്ക് ലഭിക്കും. പക്ഷേ വേട്ടമൃഗം കൂടിയാണ് ഞാൻ, പക്ഷേ ഞാൻ പുറമേക്ക് കാണിക്കുന്നത് ഇരയായിട്ടാണ് എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും ഒരു ജീവിതത്തിൻ്റെ രീതി. അപ്പോൾ അതല്ല, ഇരയായിട്ടും അതേസമയം തന്നെ വേട്ടമൃഗമായിട്ടും ഇതുവരെ ഞാൻ ജീവിച്ചു, അതിൻ്റെ സാക്ഷ്യപത്രമാണ് എന്ന് പറയുമ്പോൾ ഈ കഥയിൽ ഉടനീളം സ്വയം മഹാനായ ഒരു എഴുത്തുകാരൻ, ധാർമ്മികതയുടെ വലിയ പ്രതിരൂപമുള്ള ആൾ എന്ന് ഞാൻ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ സ്വയം പറയുന്നില്ല. അത് ഈ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരിൻ്റെ കഥാലോകത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ മഹത്വവൽക്കരിക്കേണ്ടതില്ലാത്ത ഒന്നാണ് സ്വന്തം ജീവിതമെന്ന് തോന്നുന്നത് എങ്ങനെയാണ്? എഴുത്തുകാരൻ ഒരിക്കലും മഹത്വവൽക്കരിക്കപ്പെടേണ്ട ഒരാളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എഴുത്തുകാരൻ തീർച്ചയായിട്ടും കഥകൾ പറയുന്ന, അവന്റെ മനസ്സിൽ തിങ്ങിക്കൂടുന്ന കഥകളെ അവന്റെ ഭാവന ആകാശത്തെ അക്ഷരങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന കേവലം ഒരു ജീവി മാത്രമാണെന്നാണ് എന്റെ സങ്കല്പം. ഇല്ലാത്ത ഫിലോസഫിയും തത്വചിന്തയും എല്ലാം അവന്റെ തലയിൽ വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ലോകത്തെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരാളാണ് എഴുത്തുകാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓരോ മനുഷ്യനിലും ഉറങ്ങിക്കിടക്കുന്ന കഥകളുണ്ട്. ഓരോ മനുഷ്യനും കഥകളുടെ കൂമ്പാരമാണ്. ആ കഥകളെ കണ്ടെത്തി അതിനെ മനുഷ്യരിലേക്ക്, ആ കഥകളെ ആസ്വദിക്കുന്നവരിലേക്ക് എത്തിക്കുക എന്ന സാധാരണ കേവല മനുഷ്യൻ മാത്രമാണ് എന്നുള്ള ചിന്തയാണ് എൻ്റെ അടിസ്ഥാനം. പൊന്ത എന്ന ഈ കഥാസമാഹാരത്തിലെ 11 കഥകളും വായിച്ചിട്ട് ചിലർ ഗവേഷണം ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. അതായത് സാധാരണഗതിയിൽ വീടിൻ്റെയൊക്കെ മുൻവശത്ത് എഴുതി വെക്കാറുണ്ടല്ലോ, ഇന്നയാൾ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് പോലെ. അതേപോലെ എഴുത്തുകാരുടെ കൃതികളിൽ നിന്ന് എക്കാലത്തുമുള്ള മനുഷ്യർക്ക് വേണ്ടി ദാർശനികമായിട്ടുള്ള ഉദ്ധരണികൾ എടുത്തു വെക്കാൻ കഴിയുമോ എന്ന് പലരും നോക്കും. പക്ഷേ ഈ പുസ്തകത്തിൽ നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരിൻ്റെ വാക്കുകൾ ഈ കഥയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫിലോസഫിക്കൽ വേർഡ്, നമ്മൾക്ക് ഒരു വാക്യം എടുത്തു കാണിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ കഥകളിലുടനീളം ഫിലോസഫിക്കൽ വാക്യങ്ങളുണ്ട്, പക്ഷേ അത് ഈ കാലത്തെ എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള സാർവലൗകികമായിട്ടുള്ള വാക്യമായിട്ട് നിൽക്കുന്നില്ല. ഓരോ വിഭിന്ന കഥാപാത്രങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നവർ, വില്ലന്മാരായിട്ടുള്ളവർ, അവരുടെയൊക്കെ ദർശനങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ദർശനം ലിയോ ടോൾസ്റ്റോയിയൊക്കെ പറയുന്നത് പോലെ ഉദ്ധരണികളായിട്ട്, അല്ലെങ്കിൽ പാവങ്ങളിൽ പറയുന്നത് പോലെയുള്ള ഉദ്ധരണികൾ വയ്ക്കാൻ കഴിയാത്തൊരു പുസ്തകമായിട്ട് മാറുന്നു. അത് ഈ പുസ്തകത്തിൻ്റെ ഒരു ഗുണമായിട്ട്, അഭിമാനമായിട്ട് ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ കാണുന്നുണ്ടോ? ഞാനങ്ങനെ ഒരു പ്രത്യേകമായ അഭിമാനം എന്ന് പറയൽ കാണുന്നില്ല. ഉദ്ധരണികൾ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും അവന്റെ ആവശ്യത്തിന് വേണ്ടി കണ്ടെത്തുന്നതാണ്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, ഏത് രാഷ്ട്രീയമാണെങ്കിലും, വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, സ്ത്രീ പുരുഷ ഭേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിലും, ഓരോ അവരുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് സ്വന്തം സങ്കല്പങ്ങളെ, ധാരണകളെ, വിശ്വാസങ്ങളെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോ വ്യക്തിയും അവരുടെ ഇതുപോലത്തെ ആപ്തവാക്യങ്ങൾ രൂപീകരിക്കുന്നത്. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നിലയിൽ പുരുഷന്റെ ഭാഗത്തു നിന്നുണ്ടാവാം. ഇതിനെല്ലാം കേവലമായ ആ ഒരു അവരുടെ ആ ഇംഗിതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, അവരുടെ ആ ഒരു
ചില പ്രത്യേക താല്പര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഫിലോസഫി പോലും പലപ്പോഴും നിലകൊള്ളുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശാശ്വതമായ ആഹ് ഉദ്ധരണികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടേണ്ടതില്ല. അതൊക്കെ ഓരോ കഥാപാത്രത്തിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ വൈകാരിക വിക്ഷോഭങ്ങളുടെയോ അവരുടെ ചിന്തകളുടെയോ ആ കഥാപാത്രത്തിന്റെ സംസ്കാരത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ സ്വയം രൂപപ്പെട്ടു വരികയാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എന്റെ ചിന്ത. ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ ചെറുപ്പം മുതൽ, കുട്ടിക്കാലം മുതൽ ബാലസാഹിത്യത്തിൽ പല ഘട്ടങ്ങളിലും താല്പര്യം പ്രകടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ സ്വന്തം ഉപജീവന മാർഗമായിട്ട് അതിനെ കാണുകയും അതേ സമയത്ത് തന്നെ അതിനെ സർഗാത്മകമായിട്ട് സമീപിക്കുകയും ബാലസാഹിത്യ കൃതികൾ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു കഥാസമാഹാരവുമായിട്ട്, ആദ്യ കഥാസമാഹാരവുമായിട്ട് വരുന്നത്. ആ വരവിനെ രണ്ടാം വരവ് എന്നൊക്കെ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ബാലസാഹിത്യ കൃതികളിലൊക്കെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു നിഷ്കളങ്കതയുടെ ലോകവീക്ഷണമാണ്. നിഷ്കളങ്കതയിലൂടെ ലോകത്തെ കാണുക, എങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ കുട്ടികളുടെ മനസ്സിലേക്ക് കയറണമെങ്കിൽ. ആ ഒരു മേഖലയിൽ വ്യാപരിച്ചതിൻ്റെ നിഷ്കളങ്കതയോടുകൂടി ലോകത്തെ നോക്കിക്കണ്ടതിൻ്റെ കൗതുകം പിന്നീട് ഈ പറയുന്ന കഥകൾ എഴുതുമ്പോൾ അതിന് ഗുണമായിട്ടുണ്ടോ? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് എഴുത്തിൽ ഏറ്റവും നിഷ്കളങ്കമാണ് എന്ന് പറഞ്ഞാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂരത പ്രവർത്തിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഒരു പഠനം ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് അവരുടെ മനസ്സ് എന്തിനും തയ്യാറായിരുന്നു. കാരണം ശുദ്ധശൂന്യത, അറിവില്ലായ്മ, അജ്ഞത, ഇതെല്ലാം കൊടും ക്രൂരതയിലേക്ക് പോലും നയിക്കാം. അപ്പം കുഞ്ഞുങ്ങൾക്ക് നിഷ്കളങ്കത എന്നതിലുപരി അവരുടെ മനസ്സിലേക്ക് കടന്നു കയറുന്ന ഒരു നല്ല ഭാവന ആകാശം സൃഷ്ടിക്കാൻ ബാലസാഹിത്യകാരന് കഴിയണം. അവന്റെ മനസ്സിന് തിരിച്ചറിയാൻ പറ്റുന്ന ഇമേജുകൾ, വലിയ വലിയ ബിംബകൽപ്പനകളിലൂടെ ബാലസാഹിത്യം അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ കുട്ടികൾക്ക് കടന്നു ചെല്ലാൻ പറ്റണമെന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഴുത്ത് എന്റെ ഭാഷയെ മാക്സിമം ലളിതമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അത് ഏത് കടുകട്ടിയായ വിഷയവും ഏറ്റവും ലളിതമായി ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന രീതിയിൽ പറയാനായി ഉള്ളൊരു പരിശീലനം എനിക്ക് ബാലസാഹിത്യത്തിരിക്കുന്നത്. നീണ്ട ഒരു ദീർഘകാലത്തെ കുട്ടികൾക്ക് വേണ്ടി കഥകളും ചിത്രകഥകളും കുഞ്ഞു കുഞ്ഞു നോവലുകളും ഒക്കെ എഴുതിയ ഒരു പരിചയം, കുട്ടികളുടെ ബാലപ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ട നിരന്തരമായ വർക്കുകൾ, ഇത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ നിഷ്കളങ്കതയേക്കാൾ കൂടുതൽ കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാവുന്ന ഇമേജറികൾ, വിഷ്വലൈസേഷൻ, ചിത്രകഥയുടെ മറ്റും എഴുത്തിലൂടെ എനിക്ക് കിട്ടിയ പരിശീലനം എന്റെ മറ്റു വർക്കുകളിൽ, എന്റെ ചെറുകഥകളിലാണെങ്കിലും വിഷ്വൽ സാധ്യതകൾ എന്തിനെയാണെങ്കിൽ പോലും ഒരു ഒരു ചിത്രം പോലെ ഭാവന ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് പലപ്പോഴും. അപ്പം എന്റെ എഴുത്തിൽ, കഥകളിലായിക്കോട്ടെ, കവിതകളിൽ പോലും, ഞാൻ ചിലപ്പോൾ കവിതകളും എഴുതിയിട്ടുണ്ട്, അതിലെല്ലാം തന്നെ ഈ ദൃശ്യങ്ങളുടെ ഒരു സാധ്യത കൊണ്ടുവരുവാനും അതേപോലെ ലളിതമായ ഭാഷയിലൂടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാനുമുള്ള ഒരു സാധ്യത എനിക്ക് കൈവന്നു, പരിശീലനം കൈവന്നു. ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ മറുപടി പറഞ്ഞപ്പോൾ അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം, ഈ പുസ്തകത്തിലെ കത്രീന മൻസിൽ എന്ന കഥ അവസാനിക്കുന്നത് ഒരു പൊതുവേദിയിൽ തങ്ങളുടെ ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത് ആ സ്ഥലം ഒരു പ്രധാനപ്പെട്ട സങ്കേതമാക്കി മാറ്റുന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അതിനെല്ലാം പണം മുടക്കുകയും അതിന് സ്ഥലം നൽകുകയും ചെയ്തിട്ടുള്ള വർഗീസ് പുന്നനെ വേദിയിലിരുത്തി ആദരിക്കുന്ന വേളയിൽ ഏറ്റവും പിന്നിൽ നിന്നിരുന്ന റജി പെട്ടെന്ന് വേദിയുടെ മുന്നിലേക്ക് പാഞ്ഞു ചെന്നു. ഇല്ലാത്ത തോക്കുകൊണ്ട് വർഗീസ് പുന്നൻ്റെ നേരെ ഉന്നം പിടിച്ച് വായ കൊണ്ട് ഠേ ഠേ എന്ന് വെടി പൊട്ടിച്ചു. എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കെ നെഞ്ചിലമർത്തിപ്പിടിച്ച് ഡോക്ടർ വർഗീസ് പുന്നൻ കസേരയിൽ നിന്ന് നിലത്തേക്ക് കുഴഞ്ഞു വീണു. റജിയുടെ പ്രവൃത്തിയോടുള്ള പുന്നൻ്റെ ഫലിതം നിറഞ്ഞ സാന്ദർഭിക പ്രതികരണമാണ് എന്ന നിഗമനം എല്ലാവരിലും ചിരി പടർത്തി. എങ്കിലും അതൊരു തമാശ നിറഞ്ഞ, ഇല്ലാത്ത തോക്കുകൊണ്ട് വെറുതെ ഢേ ഡേ എന്ന് ശബ്ദമുണ്ടാക്കി കൈകൊണ്ട് കുട്ടികളെ പോലെ കാണിച്ച അതിനോടുള്ള തമാശ നിറഞ്ഞ പ്രവൃത്തിയായിട്ട് തോന്നിയെങ്കിലും ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു, ICUയിലേക്ക് കൊണ്ടുപോകുന്നു, ആ കഥ തുടരുന്നു.
അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാലസാഹിത്യത്തിൻ്റെ അംശം അവിടെ വളരെ സൂക്ഷ്മതലത്തിൽ പ്രവർത്തിച്ചു. ആ ബാലസാഹിത്യത്തിനുപരിയായിട്ടുള്ള ഗൗരവമേറിയ ഒന്നിലേക്ക് ആ കഥയുടെ വഴിത്തിരിവ് സംഭവിച്ചതാണ് അവിടെ കണ്ടത്. അപ്പോൾ കണ്ടതും കൊണ്ടതും കേട്ടറിഞ്ഞതും വായിച്ചതുമെല്ലാം ഈ പുസ്തകത്തിൽ കയറി പറ്റിയിട്ടുണ്ടാകുമെന്ന് താങ്കൾ ആമുഖത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കിടങ്ങൂർ, നീണ്ടൂർ തുടങ്ങിയിട്ടുള്ള കോട്ടയം, പാലാ പ്രദേശങ്ങളിലാണ് ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ ജനിച്ച് വളർന്നത്. ആ പ്രദേശങ്ങളും അവിടുത്തെ നാട്ടുകാരും നാട്ടുമൊഴി വഴക്കങ്ങളും അവിടുത്തെ മിത്തുകളും ഏതൊക്കെ രീതിയിലാണ് ഈ പുസ്തകത്തിലേക്ക് കഥാപാത്രങ്ങളായിട്ടും സന്ദർഭങ്ങളുമായിട്ട് മാറാനിടയാക്കിയിട്ടുള്ളത്? എന്നെ സംബന്ധിച്ച് കടങ്ങൂര് ശരിക്കും ഒരു നല്ല, എന്റെ ചെറുപ്പത്തിൽ വളരെ ഒരു ഗ്രാമപ്രദേശമായിരുന്നു. ഒരുപാട് കഥകള്, യക്ഷിക്കഥകള്, പ്രേതകഥകള്, സങ്കല്പങ്ങള്. പിന്നെ അവിടെ ഒരു കുലത്തൊഴിൽ പോലെ കൊണ്ടു നടന്ന പരദൂഷണവും വായി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് ഗ്രാമത്തിന്റെ ഒരു സൗന്ദര്യം തന്നെയായിരുന്നു. അന്ന് കലിങ്കുകൾ ഉണ്ടായിരുന്നു. കലിങ്കുകളിൽ ഇരുന്ന കഥയും ലോകവർത്തമാനവും പറയുന്ന ഒരു തലമുറ അന്ന് നമുക്ക് ധാരാളമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ കാണാമായിരുന്നു. പിന്നെ ഓരോ വ്യക്തിയുടെയും കഥകൾ അറിയാം. അവന്റെ ഒരു 3 തലമുറ കഥകൾ പോലും ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ പരസ്പരം അറിയുന്നവരായിരുന്നു ഗ്രാമത്തിലെ ആളുകൾ. ഈ ഉള്ള കഥകളും ഇല്ലാത്ത കഥകളും എല്ലാം കേട്ടുകേട്ടാണ് എന്റെ തലമുറയിലുള്ള ആ ഗ്രാമത്തിലെ ഓരോ കുട്ടിയും വളർന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ഈ കഥയുടെ ഒരു സൂക്ഷിപ്പ് മനസ്സിൽ, അങ്ങനെ ഒരു ശേഖരം മനസ്സിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെ മനസ്സിലും കഥകളുടെ വലിയൊരു ഖനി തന്നെ വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്നും നാളെ ഒരു കാലത്ത് ഞാൻ എഴുതണമെന്നോ ഒന്നും ആഗ്രഹിച്ചിരുന്നതല്ല. പക്ഷെ പിന്നീട് എഴുത്തിന്റെ മേഖലയിലേക്ക് വന്നപ്പോൾ ഒരു കഥ നമ്മുടെ മനസ്സിൽ പതിയെ രൂപപ്പെട്ടു വരുമ്പോൾ സാന്ദർഭികമായി അതിനോട് ചേരുന്ന ഓരോ കഥാപാത്രങ്ങളോ സംഭാഷണങ്ങളോ ഓരോ കഥാപാത്രത്തിന്റെ നടത്തയോ അതിന് അനുരൂപരായ ഓരോ വ്യക്തിയും അതിലേക്ക് കടന്നു വരികയാണ് പലപ്പോഴും ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരാളിനെ പറ്റി എഴുതണമെന്ന് നമുക്കൊരിക്കലും ഒരു ചിന്ത ഉണ്ടാവില്ല. ചിലപ്പം ഒരു ചെറിയ സംഭാഷണമായിരിക്കും നമ്മുടെ മനസ്സിൽ കഥയുടെ ഘടന അത് തുടങ്ങുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈകാരിക നമ്മുടെ മനസ്സിലേക്ക് ഒരു വികാരം പകർന്നു തന്ന ഏതെങ്കിലും ഒരു നിമിഷം, ഒരു ചിന്ത, അതിനെ ആവിഷ്കരിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എഴുതാനിരിക്കുമ്പോൾ ഓരോരുത്തരായി കഥാപാത്രങ്ങൾ കയറി വരുന്നു. പൊന്തയിലെ കഥയില് ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ കാവാലിപ്പുഴ എന്ന സ്ഥലത്ത് ഒരു കൊലമരമുണ്ടായിരുന്നുവെന്നും പ്രതികളെ കഴിവിലേറ്റാൻ കൊണ്ടുവരുന്ന പ്രതികളുടെ അവരെ ഓടാതിരിക്കുവാൻ അവരുടെ കാലിന്റെ കൊതി വെട്ടുമായിരുന്നുവെന്നും അങ്ങനെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് അവിടെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പുസ്തകമാക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അക്കാലത്ത് വളരെ രഹസ്യമായി എന്ന് പറഞ്ഞതുപോലെ സൂക്ഷിച്ചിരുന്ന ഒരു പുസ്തകം എന്റെ കയ്യിൽ കിട്ടുകയുണ്ടായി. അപ്പോ ഇതിന്റെ ഈ കുതികാൽ വെട്ടുന്നതിന്റെ അവകാശം ഉണ്ടായിരുന്ന ചില കുടുംബക്കാരെ പറ്റിയുള്ള പരാമർശം അതിലുണ്ടായി. പിന്നീട് അത് പുസ്തകമാക്കുകയോ ആൾക്കാരെ വേദനിപ്പിക്കാൻ വരികയോ ഒന്നും ചെയ്തില്ല. അതോടുകൂടി അവസാനിച്ചു. പക്ഷെ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് ആ കുറിപ്പുകൾ തന്നു. ഇതൊക്കെ എന്റെ മനസ്സിൽ കിടന്നു. പൊന്ത എന്ന കഥ എഴുതി തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ചില കയറി വരികയും ചില കേട്ടുകേൾവികളും ചില വ്യക്തികളെ പറ്റിയുള്ള പരാമർശങ്ങളും ചില പല കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഒരേ കാലത്തിലേക്ക് കയറി വരികയും ഒരേ കാലത്തിലുണ്ടായിരുന്ന ആൾക്കാർ പല കാലങ്ങളിലേക്ക് ചെതറിപ്പോവുകയും അങ്ങനെ ഞാൻ പോലും അറിയാതെ കഥയുടെ ഘടന രൂപപ്പെടുകയും അത് കഥയായി മാറുകയും ചെയ്തു. കത്രീന മൻസിനി എന്ന കഥയാണെങ്കിൽ അത് ഒരുപാട് പഴയ കഥകൾ എന്റെ മനസ്സിൽ കിടന്ന് അടിഞ്ഞുകൂടി രൂപപ്പെട്ടു വന്ന കഥയൊന്നുമല്ല. എന്റെ വളരെ അടുത്ത സുഹൃത്ത്, മുഹമ്മദ് സ്വദേശിയായ ഒരു ചിത്രകാരനായ സുഹൃത്ത്, എന്റെ ഒരു ആത്മസുഹൃത്ത്, വളരെ രസകരമായ അവരുടെ സൗഹൃദ വിശേഷങ്ങൾ എന്നോട് പറയുമായിരുന്നു. ആ വിശേഷങ്ങൾ കേട്ട് എനിക്ക് അതിൽ നിന്നും ഒരു കഥ രൂപപ്പെട്ടു വരികയായിരുന്നു. അപ്പം അത് ഒരാളൊരു കഥ പറയും, ഒരു സംഭവം പറയുമ്പോൾ അതല്ലാത്ത മറ്റൊരു കഥ നമ്മുടെ മനസ്സിൽ ജനിക്കുന്നു. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതല്ലാത്ത മറ്റൊന്ന് നമ്മൾ കേൾക്കുന്നു. ഇത് മനസ്സിലുള്ള ഏതൊരാൾക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നാണ് തോന്നുന്നത് എനിക്കിത്. അവര് മറ്റൊന്നായി കാണുക, മറ്റൊന്നായി കേൾക്കുക, മറ്റൊന്നായി ചിന്തിക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ പല
തലങ്ങളെക്കുറിച്ച് ഉടനെ തന്നെ സർഗാത്മകമായിട്ട് ആലോചന പോവുക എന്നുള്ള പ്രക്രിയയാണ് തൊട്ടപ്പുറത്തുള്ള കഥയായിട്ടുള്ള മായയിൽ സംഭവിക്കുന്നത്. മായയിൽ നിരന്തരമായിട്ട് എല്ലാ ദിവസവും ബാറിൽ ചെന്ന് വർത്തമാനം പറഞ്ഞ് കൊച്ചു വർത്തമാനം പറഞ്ഞും ലൈംഗിക വർത്തമാനം പറഞ്ഞും ഒക്കെ തമാശ പറഞ്ഞു പോകുന്ന യുവാക്കളുടെയും മധ്യവയസ്കരുടെയും കൂട്ടത്തിൽ ഒരു വ്യക്തി തുടർച്ചയായിട്ട് തൻ്റെ ഭാര്യയെക്കുറിച്ചും തങ്ങൾ തമ്മിലുള്ള ശാരീരികമായ ബന്ധത്തിൻ്റെ ഉന്മേഷത്തെക്കുറിച്ചും ആരോഗ്യകരമായ തങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചും അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അവർക്കിടയിൽ തന്നെ അതിനെക്കുറിച്ച് ഈ പറച്ചിലിൻ്റെ അകത്ത് യാഥാർത്ഥ്യത്തിൽ അത് തന്നെയാണോ, നമ്മൾ അവിടേക്ക് ചെന്ന് നോക്കുകയാണെങ്കിൽ നേരെ വിപരീതമായിരിക്കുമോ കാണുക. ഇങ്ങനെ ഓരോ കഥാപാത്രവും വ്യത്യസ്ത രീതിയിൽ അയാളുടെ പറച്ചിലിനെ സ്വയം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് മൊത്തത്തിൽ കേൾക്കുന്ന കഥകളുടെ ഉള്ളിൽ മറ്റൊന്നുണ്ടോ എന്നുള്ള ആരായാൽ എല്ലാ നല്ല എഴുത്തുകാരുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ട ഒന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതിലെ ഒളിച്ചിരിക്കുന്ന വീട് എന്ന് പറയുന്ന കഥ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പൊന്ത പോലെയുള്ള കഥകളിൽ താങ്കൾ നേരെ അവിടുത്തെ ഗ്രാമീണ ജീവിതത്തിലെ ഏറ്റവും സവിശേഷതയുള്ള നമുക്ക് കാരിക്കേച്ചർ ചെയ്യാൻ കഴിയുന്ന വിചിത്രമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളും അവരുടെ ആക്ഷനും നിറഞ്ഞ കഥ ഒരു ആഖ്യാനത്തിലൂടെ പോകുന്നു. പക്ഷേ ഒളിച്ചിരിക്കുന്ന വീട് എന്ന കഥയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ ഖണ്ഡിക നോക്കുക. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തനിക്ക് തന്നെ തീർച്ചയില്ലാത്തൊരു ജീവിതമായിരുന്നു അവളുടേത്. സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ, അതോ ആരുടെയെങ്കിലും സ്വപ്നത്തിലെയോ സങ്കല്പത്തിലെയോ കഥാപാത്രങ്ങളാണോ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണല്ലോ ആ കഥ ആരംഭിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആഖ്യാനത്തിൽ തുരുതുരാ നാടൻ സംഭാഷണങ്ങളും ഗ്രാമീണമായിട്ടുള്ള കൂടോത്രം പോലുള്ള കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സംഭവങ്ങൾ നിറഞ്ഞ പ്ലോട്ടുകളുമുള്ള കഥകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എഴുത്തുകാരൻ്റെ നിരീക്ഷണത്തിൽ കഥ പറയുന്ന ശൈലിയിലുള്ള ഒളിച്ചിരിക്കുന്ന വീട് പോലെയുള്ള കഥകൾ, അതൊക്കെ ഈ രണ്ട് തലങ്ങൾ എങ്ങനെയാണ് എഴുത്തിൻ്റെ വേളയിൽ വരുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം കഥയ്ക്ക് ഇങ്ങനെ ഒരു ഭാഷ വേണമെന്നോ ഇങ്ങനെ ഒരു ഘടന വേണമെന്നോ ഒരു മുൻവിധി ഉണ്ടാവില്ല. പലപ്പോഴും ഒരു കഥ പറഞ്ഞ് ആദ്യത്തെ പാരഗ്രാഫ് എഴുതി വന്ന് കഴിയുമ്പോഴായിരിക്കും ആ കഥയെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ്, അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയുള്ള ഒരു ധാരണ എനിക്ക് ഉണ്ടായി വരുന്നത്. അത് ഈ ഭാഷ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്ര ലളിതമാണ്, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി സങ്കീർണമാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകുന്നത് പോലും ആ നിമിഷമായിരിക്കും. പൊന്തയിലെ ആദ്യത്തെ സെന്റൻസ് എഴുതുമ്പോൾ ആ കഥ ഇങ്ങനെയാണ് പോവുക എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഈ ഇപ്പോൾ പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന വീട് എന്ന കഥ സത്യം പറഞ്ഞാൽ എന്റെ അതൊരു സ്വപ്നത്തിൽ, ഒരു ഭ്രമാത്മക സ്വപ്നത്തിൽ, ശരിക്കും ഞാൻ രാത്രിയിൽ കണ്ട ഭീതി ജനിപ്പിക്കുന്ന ഒരു സ്വപ്നത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കഥയാണ്. ആ കഥയെ അതിനൊരു വലിയ സംഭവ പരമ്പരയോ ഒന്നും ആ കഥയിലില്ലായിരുന്നു. പക്ഷെ എന്റെ മനസ്സിലൊരു ഭീതി ജനിപ്പിക്കുന്ന ചില അവ്യക്തമായ വിഷ്വലുകൾ എനിക്ക് കാണുവാൻ സാധിച്ചിരുന്നു. അതിനെ എങ്ങനെ കഥയിലേക്ക് പകർത്താൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമായിരുന്നു. അത് ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ സാധിച്ചേക്കാം എന്നൊരു തെളിച്ചം ഉണ്ടായി വരുന്നത്. ഒരു രൂപത്തെ പണ്ട് ആൾക്കാർ പറയുമല്ലോ, വേണ്ടാത്തതൊക്കെ കൊത്തിക്കളഞ്ഞ് രൂപത്തെ തെളിയിച്ചെടുക്കുക എന്ന് പറഞ്ഞതുപോലെ, അതുപോലെ ഞാൻ കണ്ട ആ ഭീതിയുടെ ആ വൈകാരിക സ്വഭാവത്തെ മാത്രം തെളിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു ആ എഴുത്തിൽ ആ കഥ. ഈ പുസ്തകത്തില് എനിക്ക് മറ്റൊരു വിചിത്രമല്ല, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിലെ ഒരു ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കവിതാമയത്വം എന്ന് പറയുന്നത്, അത് ആഖ്യാനത്തിൽ സാഹിത്യഭാഷ ഉപയോഗിക്കുന്നു എന്നല്ല, വസ്തുക്കളെ കാണുന്ന രീതിയിലൊക്കെ. ഇപ്പോൾ കത്രീന മനസ്സിൽ എന്ന കഥയിൽ ഏറെ നാളായിട്ട് തുറക്കാത്ത ബംഗ്ലാവിൻ്റെ താക്കോൽ കൂട്ടത്തെക്കുറിച്ച് താങ്കൾ തന്നെ എഴുതിയിരിക്കുന്നത് ചത്ത ഞണ്ടിനെ പോലെ അതുവരെ അവിടുത്തെ പെട്ടിയിൽ കിടക്കുന്ന ബംഗ്ലാവിൻ്റെ താക്കോൽ കൂട്ടം എന്നാണ്. അപ്പോൾ താക്കോൽ വലിയ വലിയ നീളത്തിലുള്ള താക്കോൽ സൂക്ഷിക്കുന്ന ഒരു വളയം, അതിൽ നിരനിരയായിട്ട് കിടക്കുന്ന താക്കോൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കവിതാ മനസ്സുള്ള ഏത് വ്യക്തിയുടെ ഉള്ളിൽ അതൊരു ചത്ത ഞണ്ട് കിടക്കുന്നത് പോലെയാണ് എന്നാണ്. അപ്പോൾ ചത്ത ഞണ്ടിനെ പോലെ അതുവരെ അവിടുത്തെ പെട്ടിയിൽ കിടക്കുന്ന ബംഗ്ലാവിൻ്റെ താക്കോൽ കൂട്ടം എന്ന് ആ പോലെ എന്നുള്ള വാക്ക് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടുള്ളൊരു കവിത ഉണ്ടാവണമല്ലോ. നേരത്തെ കവിത എഴുതിയത് കൊണ്ടുകൂടിയും ഉള്ളൊരു കവിതാ മനസ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അത് കവിതാ മനസ്സ് എന്ന്, കവിതകൾ എനിക്ക് ഇഷ്ടമാണ്, കവിത ആസ്വദിക്കുകയും ചെയ്യാറുണ്ട്, കുറച്ചൊക്കെ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ ഈ കഥ പറയുമ്പോൾ അവിടെ ആ തീരദേശത്തിന്റെ കഥ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തെളിഞ്ഞു വന്ന ഒരു ബിംബമാണത്. അപ്പം അത് നമ്മൾ ഒട്ടും ബോധപൂർവമല്ലാതെ ആ പരിസരത്ത് നിന്ന് അറിയാതെ കണ്ടെത്തിയതുപോലുള്ള ചില വിഷ്വലുകൾ വന്നാൽ അതിനെ ഉപയോഗിക്കുക എന്നതേ ഉള്ളൂ. കാരണം അത് അത്ര കൃത്യമായി മനസ്സിൽ പതിയുമല്ലോ എന്നൊരു ധാരണ അപ്പം ഉണ്ടായി വരും.
ആഹ് ഈ ഞണ്ട്, ആമ പോലുള്ള ജീവികളുടെ ഒരു ദേശമാണല്ലോ തീരദേശം. അപ്പം ഞാൻ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് ഇങ്ങനത്തെ കഥകൾ എഴുതുമ്പോൾ. എനിക്ക് പരിചിതമല്ലാത്ത ഒരു ഭൂമികയിൽ ഈ കഥ പറയുമ്പോൾ അത് തെളിഞ്ഞു കിട്ടിയല്ലോ എന്നുള്ളത് എനിക്ക് തന്നെ അത്ഭുതമായിട്ട് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. ഇതിൽ ഒരു ഘട്ടത്തിൽ എസ് ഹരീഷ് തന്നെ പറയുന്നുണ്ട് താങ്കളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചൊക്കെ. അത് എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശദീകരിക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പം മിക്ക വിഷയങ്ങളിലും ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരിന് ഒരു പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ ഉള്ള വ്യക്തിയാണ്, പരന്ന വായനയുള്ള ആളാണ്. പക്ഷെ പരന്ന വായന ഉള്ള ആൾക്ക് ചേരാത്ത തരത്തിൽ കഠിനമായിട്ടുള്ള ദൈവവിശ്വാസവും താങ്കൾക്കുണ്ട് എന്ന്, ഒരു അർത്ഥത്തിൽ മന്ത്രവാദത്തിൽ വരെ താങ്കൾ വ്യാപരിച്ചിട്ടുണ്ട് എന്ന് ബ്രാക്കറ്റിനകത്തും എസ് ഹരീഷ് പറയുന്നുണ്ട്. അപ്പോൾ പരന്ന വായനയുള്ള ആൾക്ക് ദൈവവിശ്വാസം പാടില്ല എന്നുള്ളൊരു ധ്വനി എസ് ഹരീഷ് അതിൽ വെക്കുന്നുണ്ടോ? ഹരീഷ് ഓഗസ്റ്റ് 17 ചരിത്രമൊക്കെ തിരുത്തി എഴുതിയ ആളല്ലേ. അപ്പം പറയുന്നതിൽ ചിലപ്പോൾ ചില അതിശയോക്തികൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. എന്നെ ഒരു കൊടിയ കൂടോത്രക്കാരനായി ഹരീഷ് ഇനി ഒരു കഥ എഴുതി കളയുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പം ഹരീഷിന്റെ ആ വാക്കുകളെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുപ്പം തൊട്ടായി ഞങ്ങള് കാണുകയും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പം നാട്ടിലെ കഥകളാണെങ്കിൽ പോലും ഹരീഷ് എഴുത്തുകാരനാകുന്നതിന് മുമ്പ്, ഒരു പക്ഷേ എഴുത്തുകാരനാകുമെന്ന് ഹരീഷ് പോലും തിരിച്ചറിയുന്നതിന് മുമ്പ് എന്നോട് നാട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വലിയ കഥ പറച്ചിലുകാരനാണല്ലോ ആശാൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ കഥ പറച്ചിലിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഹരീഷിന്റെ ഈ ഒരു അഭിപ്രായം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, എന്തായാലും ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ എഴുതി തുടങ്ങുന്ന കാലത്ത് നിന്നും മലയാള കഥ ആഖ്യാനത്തിലും പ്രമേയത്തിലും ഒക്കെ എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ മുന്നോട്ട് പോക്കിൻ്റെ ഒപ്പം ആ കഥാപരിസരത്തെ പിടിച്ചെടുക്കാൻ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരിന് കൃത്യമായിട്ടും സാധിച്ചിട്ടുണ്ട് പൊന്ത എന്നുള്ള പുസ്തകത്തിൽ എന്ന് എസ് ഹരീഷ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 11 കഥകൾ അടങ്ങിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരിൻ്റെ പൊന്ത എന്ന ഈ സമാഹാരത്തിൻ്റെ പ്രസാധകർ DC ബുക്സാണ്. ഈ പുസ്തകത്തിൻ്റെ വില 220 രൂപയാണ്. പുസ്തക പൂമുഖം എന്ന ഈ സാഹിത്യോത്സവ പരിപാടിയിൽ പങ്കെടുത്തതിന് ശ്രീ ഉണ്ണികൃഷ്ണൻ കിടങ്ങൂരിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിലെ എനിക്ക് പ്രിയപ്പെട്ട 3 വരികൾ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. വെട്ടലിൻ്റെയും മുറിച്ചുനീക്കലിൻ്റെയും ഈ നാളുകളിൽ അതിന് പ്രാധാന്യമുണ്ട് എന്ന് തോന്നുകയാണ്. ഇതാണ് ആ വരികൾ. സെൻസർ ചെയ്തു പോകുന്നത് എന്താണോ അതാണ് അശ്ലീലം. സെൻസർ ചെയ്തു പോകുന്നത് എന്താണോ അതാണ് വയലൻസ്. സെൻസർ ചെയ്തു പോകുന്നത് എന്താണോ അതാണ് രാജ്യദ്രോഹം. ആവാം, പക്ഷേ ജീവിതത്തിന് സെൻസറിങ് ഇല്ലല്ലോ സാർ. നന്ദി, നമസ്കാരം. വളരെ നന്ദി. താങ്ക് യു.